മലയാള സിനിമയിൽ നടിമാര് ഫെയർ തന്നെയാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കഴിവുകളുണ്ട്, പുള്ളി തെളിയിച്ചു കഴിഞ്ഞിട്ടും പല ആക്ട്രസസും പുള്ളിയുടെ കൂടെ അഭിനയിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു സത്യം. സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ വെളുത്തവർക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ സ്ത്രീകളിൽ എന്ന് പറയാതെ പറയുന്ന ഒരു രീതിയല്ലേ തമിഴ് സിനിമയിൽ കണ്ടുവരുന്നത്. അവിടെ കഴിവുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഹീറോയിൻസ് നടിമാരുണ്ടായിട്ട് പോലും പലപ്പോഴും നടിമാർക്ക് വേണ്ടിയിട്ട് കേരളത്തിലേക്കാണ് വരുന്നത്. പൊളിറ്റിക്സ് ഒക്കെ കൃത്യമായി സിനിമകളിൽ പറയുമെങ്കിലും ആ ഒരു പൊളിറ്റിക്സ് അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ നെപ്പോ കിഡ്സിന് അവസരങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ ഈ ഒരു സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള അത് അവിടെ ഒരു വേറെ കൃത്യമായി കാണിക്കുന്നുണ്ട്. മഞ്ജു വാര്യർ ഒരു ഫൈറ്റ് സീൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ട്രോൾ ചെയ്യപ്പെടാൻ ആൾക്കാരുണ്ട്. കഴിവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഇൻഡസ്ട്രിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിലും അവരവിടെ നിലനിൽക്കില്ല എന്നൊരു ഫാക്ടർ ഉണ്ട്. ഹർഷേ, ഒരു സിനിമയിലെ ഒരു ഡയലോഗ് ഞാൻ പറയാം. കേരളത്തിൽ നിന്ന് നമ്മുടെ അസിനെയും നയൻതാരയൊക്കെ കൊണ്ടുപോയിട്ട് അവരുടെ അരിയും പച്ചക്കറികളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുന്ന ഒരു രീതിയാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പണ്ടൊരു സിനിമയിലെ ഡയലോഗായിരുന്നു. ഇപ്പം അടുത്ത കാലത്ത് അതേ വിഷയം ഒന്നുകൂടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. തമിഴ്നാട്ടിൽ ശക്തമായിട്ട് ഈ രാഷ്ട്രീയം പറയുന്ന സിനിമകളുണ്ട്. അപ്പോൾ ആ സിനിമകളിൽ പോലും ഈ അതിദാരിദ്ര്യത്തെ പറ്റിയിട്ടും അവരുടെ ഇടയിലെ ദ്രാവിഡ പൊളിറ്റിക്സ് ഒക്കെ പറയുന്ന സിനിമകളിലും ഡസ്കി സ്കിന്നായിട്ടുള്ള ഹീറോയിന് വേണ്ടിയിട്ട് ഇങ്ങനെ കേരളത്തിലേക്കാണ് വരുന്നത്. അവിടെ കഴിവുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഹീറോയിൻസ് നടിമാരുണ്ടായിട്ട് പോലും പലപ്പോഴും നടിമാർക്ക് വേണ്ടിയിട്ട് കേരളത്തിലേക്കാണ് വരുന്നത്. ഇവിടുത്തെ നടിമാരെ എടുത്തിട്ട് അവിടെ ഡസ്കി സ്കിന്നിന് വേണ്ടി കൃത്യമായി മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ മാറ്റുന്നു. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ച് അവിടെ അങ്ങനെ സൗന്ദര്യ സങ്കല്പങ്ങളൊന്നുമില്ല. ഏറ്റവും കൂടുതലും ആ ഒരു ഇൻഡസ്ട്രിയിലാണ് ഹീറോസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ബൗണ്ടറീസ് വെക്കാതെ ഒരു 6 പാക്ക് വേണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ആ ഒരു സൗന്ദര്യ സങ്കല്പങ്ങൾ വെക്കുന്നില്ലെങ്കിൽ പോലും സ്ത്രീകൾക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഒരു സൗന്ദര്യ സങ്കല്പങ്ങൾ വെക്കുന്നില്ലേ? അതെ, അതിന് പറഞ്ഞു തുടങ്ങിയ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിരുന്നൊരു സംഭവമായിരുന്നു അത്. തമിഴ് സിനിമകളിൽ തമിഴ് ആക്ടേഴ്സിനെ അല്ലെങ്കിൽ ആക്ട്രസിനെ എടുക്കുന്ന സമയത്ത് അവരുടെ സ്കിൻ ടോൺ കുറച്ച് ഡസ്കി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അവരെ ചൂസ് ചെയ്യാതെ മലയാളത്തിൽ നിന്നും ഫെയർ ആയിട്ടുള്ള നടിമാരെ കൊണ്ടുപോയിട്ട് അവിടെ മേക്കപ്പ് ചെയ്ത് ഡസ്കി ആക്കുന്ന ഒരു രീതി. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചില സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ ചില സിനിമയിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളെങ്കിലും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇത് മാനദണ്ഡമാക്കുന്നത് ഒരിക്കലും സ്കിൻ കളറിനെ അല്ല, മറിച്ച് അവരുടെ അഭിനയ മികവിനെയാണ്, അവരുടെ കഴിവിനെയാണെന്നാണ്. പക്ഷെ അപ്പോഴും നമുക്ക് ചോദിക്കേണ്ട ചോദ്യം, എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഡസ്കി സ്കിന്നുള്ള അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള സ്കിന്നുള്ള ഒരുപാട് ആക്ടേഴ്സ് തമിഴ്നാട്ടിലുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പോലും ഇവരെ ഒന്നും ചൂസ് ചെയ്യാതെ മലയാളത്തിൽ നിന്ന് എന്തുകൊണ്ട് എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായൊരു മറുപടി യഥാർത്ഥത്തിൽ സിനിമ ഇൻഡസ്ട്രിക്കില്ല. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ തമിഴ് സിനിമയിലെ താരങ്ങളിൽ നടന്മാരെ കുറിച്ച്. നടന്മാരെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗം ആളുകളും ഈ പറയുന്നത് പോലെ ഡസ്കി സ്കിൻ ടോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഇരുണ്ട നിറമുള്ള താരങ്ങളെയാണ് നടന്മാരായിട്ട് അവിടെ പരിഗണിക്കുന്നത്. വെളുത്തവരേക്കാൾ കൂടുതൽ അവിടെ ഉള്ളത് കുറച്ച് കറുത്തവർ എന്ന് വേണം നമുക്ക് പറയാം. അങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ പോലും. പക്ഷെ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നടന്മാര് പോലും കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ള ആളുകളാണ്, നടിമാരും ഫെയർ ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ മലയാള സിനിമയിൽ നടിമാര് ഫെയർ തന്നെയാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്കറിയാം പല നടിമാരും ഈ പറയുന്ന ഡസ്കി സ്കിൻ ടോണുമായിട്ട് ഒരു സാധാരണ വീട്ടമ്മയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഹോം അല്ലെങ്കിൽ ഫാമിലി മൂവീസിലൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും കുറച്ച് ഡസ്കി സ്കിൻ ടോൺ ആയിട്ടുള്ള നടിമാരെയൊക്കെ ചൂസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ തമിഴ് സിനിമയിൽ എന്തുകൊണ്ട് ഫെയർ ആയിട്ടുള്ളവരെ എടുത്തിട്ട് ഡസ്കി സ്കിൻ മേക്കപ്പ് ചെയ്യുന്നു എന്നൊരു ചോദ്യം കൂടെ അവിടെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതല്ലേ. കാരണം മലയാളത്തിലാണെങ്കിൽ പോലും അഭിനയ മികവുള്ള കഴിവുള്ള ഒരുപാട് ഡസ്കി സ്കിൻ ടോൺ ആയിട്ടുള്ള പെൺകുട്ടികൾ നടിമാരായിട്ടുണ്ട്. അവരെ പോലും ചൂസ് ചെയ്യാതെ വെളുത്തവരെ എടുക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ വെളുത്തവർക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ സ്ത്രീകളിൽ എന്ന് പറയാതെ പറയുന്ന ഒരു രീതിയല്ലേ തമിഴ് സിനിമയിൽ കണ്ടുവരുന്നത്. കേരളത്തിലെ സംബന്ധിച്ചിട്ടാണെങ്കിലും തമിഴ്നാട്ടിലെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒരുപാട് ആക്ട്രസസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവർ ഫേസ് ചെയ്തിട്ടുള്ളത്. ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഒരു ഡസ്കി സ്കിന്ന് ഹർഷ പറയുന്ന പോലെ അവസരങ്ങൾ പിന്നീട് അവർക്ക് കിട്ടത്തില്ല. അതാണ് മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത. പല ആക്ട്രസസിന്റെയും അല്ലെങ്കിൽ ആദ്യകാലം അവർ സിനിമയിലേക്ക് പ്രവേശിച്ച ആ ഒരു സമയവും ഇപ്പോഴത്തെ അവരൊരു കരിയറിൽ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുമായിരിക്കാം. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൃത്യമായിട്ട് നിർബന്ധിതമാവുന്നതാണ്. അത് അവർ തന്നെ പറയുന്നുണ്ട്. അവർക്ക് പിന്നീട് അവസരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ആ ഒരു സ്കിൻ ടോണിലേക്കും അല്ലെങ്കിൽ ആ ഒരു രീതി ബോഡി ഫിറ്റ്നസ്സിലേക്കും വന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവർ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതേപോലെ ഒരു ക്യാരക്ടറേക്ക് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ വീണ്ടും ഡസ്കി ആക്കി മാറ്റിയിട്ട് തന്നെയാണ് മിക്ക സിനിമകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ തമിഴ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് ഞാൻ ആ പൊളിറ്റിക്സ് കൃത്യമായി പറയാൻ കാരണം ദ്രാവിഡ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് തമിഴ് സിനിമയിൽ തന്നെയായിരിക്കും. തമിഴിലല്ലാത്ത ഈ ഡപ്പാങ്കുത്ത് രീതിയിലുള്ള സിനിമകളും അതേപോലെ ലവ് സ്റ്റോറീസ് ഒക്കെ വരുന്നുണ്ടെങ്കിലും പക്ഷേ പലപ്പോഴും പലരും എടുക്കാൻ ധൈര്യപ്പെടാത്ത സിനിമകൾ
അല്ലെങ്കിൽ പലർക്കും കൊള്ളുന്ന അല്ലെങ്കിൽ പല പൊളിറ്റിക്സ് ഒക്കെ കൃത്യമായി പറഞ്ഞു വെക്കുന്ന സിനിമകളിൽ അത് ആ സിനിമകളിൽ പോലും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഉള്ളിൽ ആ ഒരു പൊളിറ്റിക്സ് എന്തുകൊണ്ട് സിനിമയിൽ വെക്കുന്നില്ലാന്ന്. ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യമാണ്, അവര് തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് വളരെയധികം അവര് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 ആക്ടേഴ്സ് ഒക്കെ ആയിരുന്നു അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവർക്ക് അവസരങ്ങൾ വളരെ കുറവായിരുന്നു. കാരണം അവരുടെ ഒരു സ്കിൻ ടോൺ വെച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇൻഡസ്ട്രിയിലേക്കുള്ള ആ ഒരു ചുവടുവയ്പ് എന്ന് പറയുന്നത് വളരെയധികം കഷ്ടത നിറഞ്ഞതാണ്. ഈ പറയുന്ന രീതിയിലുള്ള പൊളിറ്റിക്സ് ഒന്നും ഇവരുടെ ഉള്ളിലില്ല. അല്ലെങ്കിൽ ഇവർക്ക് ചൂസ് ചെയ്തതെന്ന് പറയുന്നത് ഈ കഴിവ് വെച്ച് ചൂസ് ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്കും വേറൊരു തലങ്ങളിലാണ് അവിടെ ചൂസിങ് ഒക്കെ നടക്കുന്നത് എന്നുള്ളത് അവിടുത്തെ ഇൻഡസ്ട്രിയിലെ ആക്ട്രസസ് തന്നെ തുറന്നു പറഞ്ഞിട്ടൊരു ഫാക്ടറാണ്. പിന്നെ ഈ നടന്മാരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രമേ ഉള്ളൂ ഇത് ബയാസ് ഉള്ളത്. ഇവിടുത്തെ മലയാളം ഇൻഡസ്ട്രിയിലാണെങ്കിലും ബാക്കി എല്ലാ ഇൻഡസ്ട്രികളിലാണെങ്കിലും ഈ നെപ്പോ കിഡ്സിന് അവസരങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ ഈ ഒരു സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള അത് അവിടെ ഒരു വേറെ കൃത്യമായി കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ മണിച്ചേട്ടന് അനുഭവിച്ചിട്ടുള്ളത് മണിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആക്ട്രസസ് ഒക്കെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സിനിമകളിൽ മണിച്ചേട്ടൻ ഇങ്ങനെ വേർതിരിവ് ഉണ്ടായിട്ടുണ്ട്, പുള്ളിയെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് അത്രയും കഴിവുണ്ടെന്ന് അല്ലെങ്കിൽ കഴിവുകളുണ്ട് പുള്ളി തെളിയിച്ചു കഴിഞ്ഞിട്ടും പല ആക്ട്രസസും പുള്ളിയുടെ കൂടെ അഭിനയിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. അതെ, കറുത്തവരുടെ കൂടെ അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് ഇനിയും സിനിമകൾ വേണ്ടതാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ പല താരങ്ങളും ഉണ്ടെന്നുള്ളത്. പക്ഷേ ഇന്നും നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ കളറിനെ ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കാണരുത്, അല്ലെങ്കിൽ നിറങ്ങൾ ഒരിക്കലും വേർതിരിച്ച് കാണരുത് എന്ന് പറയുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ വെളുത്തവർക്ക് മാത്രം അവസരം ലഭിച്ചുകൊണ്ട് കറുത്തവരെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇരുണ്ട നിറമുള്ള ആളുകളെ മാറ്റി നിർത്തുന്നു എന്ന് പറയപ്പെടുന്നത്. ഇത് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന ഇന്ത്യയിൽ ഇത്രത്തോളം വീണ്ടും അത് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം മനുഷ്യരുടെ മാനസികാവസ്ഥയെ വിലയിരുത്തുന്നു എന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കുന്നതല്ലേ. ഇവിടുത്തെ ആ ഒരു വർണ്ണവിവേചനം എന്ന് പറയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല. കാരണം അത് നമ്മൾ ജനിച്ച സമയം തൊട്ട് നമ്മളിലേക്ക് ഫീഡ് ചെയ്യപ്പെട്ടൊരു സാധനമാണ്. അത് എങ്ങനെയൊക്കെയാണെങ്കിലും അത് പുറത്തേക്ക് വരുന്ന ഒരു രീതി തന്നെയാണ് ഉള്ളത്. അത് ഇപ്പോൾ ഇൻഡസ്ട്രികളിൽ അത് ഏറ്റവും കൂടുതൽ പറയാൻ കാരണം ടാലന്റ് വൈസ് ആണ് ആൾക്കാരെ എടുക്കുന്നതിന്റെ അപ്പുറത്തേക്കും ആ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പല ഇൻഡസ്ട്രി. പക്ഷെ അത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രം നിലനിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കുമോ? മറ്റു പല ഇൻഡസ്ട്രീസിലും നമ്മൾ നോക്കിയാൽ അറിയാം, വെളുത്തവർക്കാണ് കൂടുതൽ ചാൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കാണാൻ സൗന്ദര്യമുള്ളവർക്ക് മാത്രം അവസരം കൊടുക്കുന്ന പല സ്ഥാപനങ്ങളും പല കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളും നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട് എന്നുള്ളതല്ലേ. തീർച്ചയായിട്ടും, കാരണം പല ആൾക്കാരും അത് ഓപ്പണപ്പായി പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. അതിപ്പോ കോർപ്പറേറ്റ് ഇൻഡസ്ട്രി ആണെങ്കിലും ഗവൺമെന്റ് മേഖലകളാണെങ്കിലും അവിടെയൊക്കെ ഇപ്പൊ ഒരു IAS ഓഫീസർ ആണെങ്കിൽ പോലും IAS ഓഫീസർ എന്ന് പറയാൻ തന്നെ ഏറ്റവും അടുത്ത കാലത്ത് വളരെ കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഒരു IAS ഓഫീസർ കപ്പിൾസിന്റെ തന്നെ അവരെ തന്നെ കമ്പയർ ചെയ്ത് പറയുന്ന ഒരു അവസ്ഥ. അപ്പൊ അവരത് വന്ന് തുറന്നു പറഞ്ഞിരുന്നു അവരുടെ ടാലന്റും അല്ലെങ്കിൽ അവരെ ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയതും ഇതൊന്നും അവിടെ ബേസ്ഡ് അല്ല. പക്ഷെ അവരുടെ ഒരു ഫിസിക്കൽ ഫീച്ചർ കണ്ടിട്ട് ഓക്കെ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു പുരുഷനെ കിട്ടിയില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു വൈഫിനെ കിട്ടിയില്ലേ, അവരുടെ ആ ഒരു പേഴ്സണൽ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ ഒരു സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫാക്ടർ തന്നെയാണ്. അത് ഓരോ മനുഷ്യൻ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു സൗന്ദര്യ സങ്കല്പം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മൈൻഡിൽ വെച്ചിരിക്കുക. അത് വേറൊരു തുറന്നെടുത്ത് പോയിട്ട് ഓക്കെ നിങ്ങള് ഇത് അത്ര രസമില്ല, അല്ലെങ്കിൽ ഇത് അത്ര ഭംഗിയില്ല, അത് അത്ര ഭംഗിയുണ്ട്, ഇത് പറയാൻ ഇതിനേക്കാൾ നല്ലതാണല്ലോ അത്, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയുണ്ടല്ലോ അത് കാണാനായിട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കമ്പാരിസൺ ആണ് അവിടെ നടക്കുന്നത്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലായാലും എവിടെയാണെങ്കിലും അപ്പുറം നിൽക്കുന്ന വ്യക്തിക്ക് അത് എത്രത്തോളം എഫക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സിനിമയിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ചില സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകൾ പറയുന്നത് പോലെ അഭിനയ മികവ് നോക്കിയിട്ടാണ് അല്ലെങ്കിൽ കഴിവ് നോക്കിയിട്ടാണെന്ന് പറയുമ്പോൾ അവിടെ മറ്റ് താരങ്ങൾക്ക് പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്നും താരങ്ങളെ എടുത്തുകൊണ്ടുപോയി തമിഴിൽ അഭിനയിപ്പിക്കുമ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ നിലനിന്ന് പോകുന്ന താരങ്ങളുടെ വിലയാണ് അവിടെ ഇടിയുന്നത് എന്നുള്ളതാണ്. സംബന്ധിച്ച് പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഒരു ഐറ്റം സോങ് ഇല്ലെങ്കിൽ തമിഴ് സിനിമയ്ക്ക് ഒരു പൂർത്തീകരണം ഉണ്ടാവില്ല. അതിനുവേണ്ടി പോലും ഇപ്പോൾ മലയാളത്തിൽ നിന്ന് താരങ്ങളെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പുറത്തുനിന്ന് ഹോളിവുഡിൽ നിന്നൊക്കെയാണ് ആക്ട്രസസിനെ ഇപ്പൊ തമിഴിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴും അവിടെ ചിന്തിക്കേണ്ടത് അവിടുത്തെ തമിഴ് ആക്ട്രസസിന് അവിടെ അവസരം കുറഞ്ഞു വരികയാണ്. കാരണം ഒന്നാമത് ഏജ് കാറ്റഗറി കൊടുക്കുന്നുണ്ട്, പുരുഷന്മാർക്ക് അവിടെ ഏജ് കാറ്റഗറി വലുതായിട്ട് രീതി കൊടുക്കുന്നില്ലെങ്കിലും സ്ത്രീകൾക്ക് കൃത്യമായിട്ടുണ്ട്. ഈ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ആ ഒരു ഇൻഡസ്ട്രിയിലേക്കും അല്ലെങ്കിൽ ആ ഒരു റോളുകളിലേക്കും കൊണ്ടുവരാൻ അത് അവിടെയും താല്പര്യപ്പെടുന്നില്ല, ഇവിടെയും താല്പര്യപ്പെടുന്നില്ല. അത് മിക്ക ഇൻഡസ്ട്രികളുടെയും ഒരു പ്രശ്നം തന്നെയാണ്. അത് പക്ഷേ ഇപ്പൊ പറഞ്ഞതുപോലെ പുരുഷന്മാർക്ക് 60 വയസ്സാണെങ്കിലും നായികമാർക്ക് 20 വയസ്സിന് 25 വയസ്സിന് മുകളിൽ പോകാൻ പാടില്ല എന്ന് പറയുന്ന വയസ്സുള്ള ഒരു നായികയെ നമുക്ക് സങ്കല്പിക്കാനേ പറ്റത്തില്ല. അത് ഏതെങ്കിലും ഒരു രീതിയിലൊന്ന് പരീക്ഷണം ചെയ്യുകയാണെങ്കിൽ പോലും അതത്ര ഭംഗിയായില്ല, അല്ലെങ്കിൽ അതത്ര രസമായിട്ടില്ല, അവരുടെ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഇതൊക്കെ ഒരുപാട് മാറിപ്പോയി, പഴയ ആളല്ല ഇത് എന്ന രീതിയിലേക്ക്. ഇപ്പോ മഞ്ജു വാര്യർ ഒരു ഫൈറ്റ് സീൻ ചെയ്യുകയാണെങ്കിൽ
അതിനെ ട്രോൾ ചെയ്യപ്പെടാൻ ആൾക്കാരുണ്ട്. പക്ഷെ അതേ സാധനം തന്നെ രജനീകാന്ത് ചെയ്യുകയാണെങ്കിൽ അവിടെ കൈയടിക്കാൻ ആൾക്കാരുണ്ട്. അതാണ് ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു ഏജ് കാറ്റഗറി ആണെങ്കിലും പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ച് അവിടെ ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ഇത്രയും ഏജിന്റെ അപ്പുറത്തേക്ക് പാടില്ല. പല ആക്ട്രസസും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ഒരു ഇത്ര വർഷം കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഈ ഒരു റോഡിലേക്ക് ഒരു വിളിക്കില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പല ഫീൽഡ് ഔട്ട് ആയിപ്പോയ ആക്ട്രസസ് ആണെങ്കിലും അവർക്ക് ടാലന്റ് ഇല്ലാതെ കൊണ്ടാണോ ഫീൽഡ് ഔട്ട് ആയതെന്ന് പിന്നെയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പല ആൾക്കാർ അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ അവരോട് വേറെ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഈ അടുത്ത് റീമ കല്ലിങ്ങളുടെ ആയിരുന്നു അങ്ങനെ ഒരു അഭിപ്രായം കേട്ടത്. ഞാനൊരു നടിയായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഞാൻ ഇത്ര സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ ഇത്രയും ഒരു അവാർഡ് തലങ്ങളിലേക്ക് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ ഒരു സ്ഥലത്തേക്ക് വന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത്. കാരണം ആൾക്കാർ മറന്നുപോവുകയാണ്. കാരണം അവിടെ അവസരങ്ങളെ കട്ട് ചെയ്തിട്ട് വീണ്ടും വ്യക്തിപരമായിട്ടുള്ള പല താല്പര്യങ്ങളുടെ ആണെങ്കിലും പിന്നെ ഒന്നാമത്തെ കാര്യം കഴിവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഇൻഡസ്ട്രിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിലും അവരവിടെ നിലനിൽക്കില്ല എന്നൊരു ഫാക്ടർ ഉണ്ട്. പിന്നെ ഈ ഒരു അവസരങ്ങൾ കുറയ്ക്കാൻ ഈ ഒരു മാനദണ്ഡങ്ങളൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് പൊളിറ്റിക്സ് ഒക്കെ കൃത്യമായി സിനിമകളിൽ പറയുമെങ്കിലും ആ ഒരു പൊളിറ്റിക്സ് അവര് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പൊ ഇതെന്തായാലും തമിഴ്നാട്ടിൽ അത്യാവശ്യം കത്തിയ ഒരു വിഷയമാണ്. അതേപോലെ കേരളത്തിലെ ഈ ഒരു ടോപ്പിക്ക് വൈസ് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുത്തോണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഡയറക്ടേഴ്സ് ഒക്കെ അവരുടെ സിനിമകളിലേക്കും അത് പ്രാവർത്തികമാക്കട്ടെ. അല്ലെങ്കിൽ ആക്ട്രസസിനെ ആണെങ്കിലും തമിഴ് ഇൻഡസ്ട്രിയിലെ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കും അവസരങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ജയഭാരതിയും ഒരു ജയലളിതയും മാത്രം പോരല്ലോ, ഒരുപാട് ആൾക്കാർ വേണ്ടേ നമുക്ക്.